റിതം ഓഫ് ലേണിംഗ് നമ്മള് കെമിസ്ട്രിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള SCRT പാഠഭാഗങ്ങളിൽ നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു 2-3 ദിവസമായിട്ട് പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നു മുതൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിസിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ ഫിസിക്സിലെ പ്രീവിയസ് ഇയറിലെ SCRT പാഠഭാഗങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ദ്രവ്യവും പിണ്ഡവും, അതുപോലെ തന്നെ പ്രവൃത്തിയും ഊർജവും, പിന്നെ ഊർജവും ഊർജത്തിന്റെ പരിവർത്തനം. ഈ 3 ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യം. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇടിമിന്നൽ ദ്രവ്യത്തിന്റെ ഏത് അവസ്ഥയിലാണ്? ഇടിമിന്നൽ ദ്രവ്യത്തിന്റെ ഏത് അവസ്ഥയിലാണെന്ന് നമ്മൾ പറയാം? പ്ലാസ്മ അവസ്ഥയിലാണ്. ഇടിമിന്നൽ ദ്രവ്യത്തിന്റെ പ്ലാസ്മ അവസ്ഥയിലാണ്. 4ാമത്തെ അവസ്ഥയാണല്ലേ ദ്രവ്യത്തിന്റെ? ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ. 4ാമത്തെ അവസ്ഥയാണ് നമുക്കറിയാം. അപ്പോ ഇടിമിന്നൽ ദ്രവ്യത്തിന്റെ പ്ലാസ്മ അവസ്ഥയിലാണ്. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതവസ്ഥയിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും പ്ലാസ്മ അവസ്ഥയിലാണ്. അപ്പൊ പ്രപഞ്ചത്തില് ദ്രവ്യം കൂടുതൽ ഏതവസ്ഥയിലാണ്? പ്ലാസ്മ അവസ്ഥയിലാണ്. ഇടിമിന്നലില് ഇടിമിന്നല് ദ്രവ്യത്തിന്റെ ഏതവസ്ഥയിലാണ് ഇടിമിന്നൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ഏതവസ്ഥയാണ്? പ്ലാസ്മ അവസ്ഥയാണ്. ഇനി അടുത്തത്, നമ്മൾ നേരത്തെ പറഞ്ഞു പദാർത്ഥത്തിന്റെ എത്രാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ അവസ്ഥ? 4ാമത്തെ അവസ്ഥയാണ്. ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ. അങ്ങനെ 4ാമത്തെ അവസ്ഥയാണ്. അടുത്ത ചോദ്യം, കടലിലെ ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏതാണ്? കടലിലെ ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റ് നോട്ടിക്കൽ മൈലാണ്. എന്താണ്? നോട്ടിക്കൽ മൈലാണ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള വേറൊരു ചോദ്യമാണ്, ഒരു നോട്ടിക്കൽ മൈൽ എത്ര കിലോമീറ്റർ ആണ്? 1.852 കിലോമീറ്റർ. ഒരു നോട്ടിക്കൽ മൈൽ 1.852 കിലോമീറ്റർ ആണ്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത ചോദ്യം, നീളം അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏതാണ്? നീളം അളക്കുന്നത് ഏത് യൂണിറ്റ് ഉപയോഗിച്ചിട്ടാണ്? നീളം അളക്കുന്നതിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. നീളം അളക്കുന്നതിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. ഒരു മെഴുകുതിരി കത്തിക്കുമ്പോൾ അതിന്റെ പിണ്ഡത്തിന് എന്ത് സംഭവിക്കുന്നു? അടുത്ത ചോദ്യം, ഒരു മെഴുകുതിരി കത്തിക്കുമ്പോൾ അതിന്റെ പിണ്ഡത്തിന് എന്ത് സംഭവിക്കുന്നു? എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡും നീരാവിയുമായി മാറുന്നു. അതെന്തായിട്ട് മാറുന്നു? കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ നീരാവിയുമായി മാറുന്നു. മെഴുകുതിരി കത്തിക്കുമ്പോൾ മെഴുകുതിരിയുടെ പിണ്ഡത്തിന് എന്താ സംഭവിക്കണേ? അത് കാർബൺ ഡൈ ഓക്സൈഡും നീരാവിയുമായി മാറുന്നു. ഇനി അടുത്തത്, നിശ്ചിത ആകൃതിയുണ്ട്, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്, ഭാരമുണ്ട്. ഇത് ഏതവസ്ഥയാണ്? എന്താണ്? അതിന് ആകൃതി ഉണ്ട് നാം പറയണ, ഒരു ഷേപ്പ് ഉണ്ട്, പ്ലസ് എന്താണ്? അതിനിരിക്കാൻ എന്താവശ്യമാണ്? സ്ഥലം ആവശ്യമാണ്. അതിനെന്തുണ്ട്? ഭാരമുണ്ട്. അത്തരം വസ്തുക്കളെ നമ്മൾ എന്ത് വസ്തുക്കൾ എന്ന് വിളിക്കുന്നു? ഖരവസ്തുക്കൾ എന്ന് വിളിക്കുന്നു. അത്തരം വസ്തുക്കൾ എന്ത് വസ്തുക്കളാണ്? ഖരാവസ്ഥയിലുള്ള വസ്തുക്കളാണ് എന്ന് ഓർക്കണം കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിശ്ചിത ആകൃതിയും ഭാരവുമുള്ള അവസ്ഥ ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ വേറൊരു രീതിയിലുള്ള ചോദ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിശ്ചിത ആകൃതിയും ഭാരവും ഉള്ളത് ഏതിനാണെന്ന് ഓപ്ഷൻ തന്നേക്കുന്നു. ദ്രാവകം, വാതകം, ഖരം, പ്ലാസ്മ. അപ്പൊ കൃത്യമായിട്ടുള്ള ആകൃതിയും ഭാരവും ഉള്ളത് ഏതിനാണ്? ഖരപദാർത്ഥങ്ങൾക്കാണെന്ന് ഉന്നത ചോദ്യത്തിൽ നമ്മൾ പഠിച്ചില്ലേ? അപ്പൊ അതാണ് ഉത്തരം. തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്നത് ഏതവസ്ഥയിലാണ്? തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്നത് പ്ലാസ്മ അവസ്ഥയിലാണ്. ഏതവസ്ഥയാണ്? പ്ലാസ്മ അവസ്ഥയിലാണ് കേട്ടോ. അടുത്തത്, ഒരു ഗ്ലാസ്സിലെ ജലത്തിൽ ഒരു ഐസ് കഷ്ണം പൊങ്ങിക്കിടക്കുകയാണ്. അതിലെ ഐസ് കഷ്ണം എന്താണ്? പൂർണ്ണമായും ഉരുകി തീർന്നാൽ ജലനിരപ്പിന് എന്ത് സംഭവിക്കുന്നു? ജലനിരപ്പിന് എന്താ സംഭവിക്കുന്നത്? ജലനിരപ്പിന് വ്യതിയാനം വരുന്നില്ല. ജലനിരപ്പിന് എന്ത് വരുന്നില്ല? വ്യതിയാനം വരുന്നില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോ ഒരു ഗ്ലാസ്സില് അല്ലെങ്കിൽ ഒരു പാത്രത്തില് ഐസ് കഷ്ണങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ്. ആ ഐസ് കഷ്ണം ഉരുകി തീർന്നാൽ ജലനിരപ്പിന് എന്ത് വരില്ല? വ്യത്യാസം വരില്ല. അടുത്തത്, ബാരോമീറ്റർ എന്ത് അളക്കാനാണ് ഉപയോഗിക്കുന്നത്? ബാരോമീറ്റർ
അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നു. ബാരോമീറ്റർ എന്തളക്കാനാണ് ഉപയോഗിക്കുന്നത്? അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നു. ഒരു വസ്തുവിന്റെ ദ്രവ്യവും ഊർജവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയത് ഏത് ശാസ്ത്രജ്ഞനാണ്? ഒരു വസ്തുവിന്റെ ദ്രവ്യവും അതുപോലെ തന്നെ ഊർജവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയത് ആരാണ്? ഐൻസ്റ്റീൻ ആണ്. ദ്രവ്യവും ഊർജവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയത് ആരാണ്? ഐൻസ്റ്റീൻ ആണ് എന്ന് മനസ്സിലാക്കാം. ഒരു ഉപകരണത്തിന്റെ പവർ പ്രസ്താവിക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? അപ്പൊ പവറിന്റെ യൂണിറ്റ് ഏതാണ്? അതാണ് അവർ ചോദിക്കുന്നത്. പവറിന്റെ യൂണിറ്റിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? വാട്ട് എന്ന് വിളിക്കുന്നു. പവറിന്റെ യൂണിറ്റ് എന്താണ്? വാട്ടാണ്. ഒരു കുതിര ശക്തി അഥവാ ഹോഴ്സ് പവർ എന്ന് പറയും. അടുത്തത്, ഒരു കുതിര ശക്തി അഥവാ ഹോഴ്സ് പവർ എത്ര വാട്ടിന് തുല്യമാണ്? ഒരു ഹോഴ്സ് പവർ 746 വാട്ടിന് തുല്യമാണ്. 746 വാട്ടിന് തുല്യമാണ് ഒരു ഹോഴ്സ് പവർ എന്നത്. കുതിരയുടെ ഉയരം അളക്കുന്നത് ഏത് യൂണിറ്റ് ഉപയോഗിച്ചാണ്? കുതിരയുടെ ഉയരം അളക്കുന്നത് ഹാൻഡ് എന്ന് പറയുന്ന യൂണിറ്റ് ഉപയോഗിച്ചിട്ടാണ്. കുതിരയുടെ ഉയരം എങ്ങനെ അളക്കുക? ഹാൻഡ് എന്ന യൂണിറ്റ് ഉപയോഗിച്ചിട്ടാണ്. താഴെ പറയുന്നവയിൽ ഏതിലാണ് തന്മാത്രകൾക്ക് കൂടുതൽ ഗതികോർജം ഉള്ളത്? തന്മാത്രകൾക്ക് കൂടുതൽ ഗതികോർജം ഏതിലാണെന്ന് കേട്ടാ ഓപ്ഷൻസ് ടീച്ചർ പറയാം. വാതകങ്ങളിലാണോ, ദ്രാവകങ്ങളിലാണോ, ലായനികളിലാണോ, ഖരപദാർത്ഥങ്ങളിലാണോ? എവിടെയാണ് തന്മാത്രകൾക്ക് കൂടുതൽ ഗതികോർജം? ഈ പറഞ്ഞതിൽ തന്മാത്രകൾക്ക് കൂടുതൽ ഗതികോർജം എവിടെയാണ്? വാതകങ്ങളിലാണ് കേട്ടോ. ഈ ഓപ്ഷനിൽ എവിടെയാണ്? വാതകങ്ങളിലാണ് എന്ന് മനസ്സിലാക്കണം. അടുത്തത്, ഒരു വസ്തുവിന് സ്ഥാനം മൂലം എന്ത് ഊർജം ലഭിക്കുന്നു? ഒരു വസ്തുവിന് സ്ഥാനം മൂലം ലഭിക്കുന്ന ഊർജത്തെ സ്ഥിതികോർജം എന്ന് വിളിക്കുന്നു. ഒരു വസ്തുവിന് സ്ഥാനം മൂലം ലഭിക്കുന്ന ഊർജത്തെ എന്താ വിളിക്കണേ? സ്ഥിതികോർജം എന്ന് വിളിക്കുന്നു. ഒരു ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലം പെന്റോക്ക് കുഴലിലൂടെ താഴേക്ക് ഒഴുകുമ്പോൾ ഉള്ള ഊർജ രൂപം എന്താണ്? എന്ത് ഊർജ രൂപമാണ് അവിടെ വരുന്നത്? എന്താണ്? ഗതികോർജമാണ്. ചലിക്കുകയാണ് അല്ലെ. ഒരു ഡാമില് കെട്ടിക്കിടക്കല്ലേ ജലം? കെട്ടിക്കിടക്കുന്നത് പെൻസ്റ്റോക്ക് കുഴലിലൂടെ പെൻസ്റ്റോക്ക് കുഴലിലൂടെ എന്ത് ചെയ്യാണ്? താഴത്തേക്ക് പോവാണ്. അപ്പൊ എന്താ ഉണ്ടാവണേ അവിടെ? ഗതികോർജം. ഇനി ചലനം മൂലം, നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലെ, ചലനം മൂലം ഉണ്ടാകുന്ന ഊർജം. നേരത്തെ ആ പെൻസ്റ്റോക്ക് കുഴലിലൂടെ താഴത്തേക്ക് പോണു അല്ലെ. അപ്പൊ ചലനം മൂലം ഉണ്ടാകുന്ന ഊർജം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ? ഗതികോർജം എന്ന് പറയും. ഇനി അടുത്തത്, അണക്കെട്ടിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലത്തിന് എന്തൂർജമാണ്? അണക്കെട്ടിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലത്തിന് ഏതൂർജമാണ്? സ്ഥിതികോർജമാണ്. അണക്കെട്ടിൽ കെട്ടി നിർത്തിയിരിക്കുന്നതിന് ആ ജലത്തിനുള്ള ഊർജം സ്ഥിതികോർജമാണ് എന്ന് പഠിച്ചോളൂ. തറയിലിരിക്കുന്ന ഒരു വസ്തുവിന്റെ സ്ഥിതികോർജം എത്രയാണ്? തറയിൽ വെച്ചേക്കാണ് ഒരു വസ്തു. ആ വസ്തുവിന്റെ സ്ഥിതികോർജം എത്രയാന്ന് ചോദിച്ചാൽ നമ്മൾ 0 എന്ന് പറഞ്ഞോളൂ കേട്ടോ. തറയിൽ വെച്ചിരിക്കുന്ന വസ്തുവിന്റെ ഊർജം എത്രയാണ്? 0 പ്രവൃത്തിയുടെ നിരക്ക് സമയം കൂടുന്നതിനനുസരിച്ച് എന്താണ്? പ്രവൃത്തിയുടെ നിരക്ക് കേട്ടോ. ടീച്ചർ ഒന്നും കൂടെ എഴുതാം. ആ പ്രവൃത്തിയുടെ നിരക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചേക്കണേ. സമയം കൂടുമ്പോ എന്താകുന്നു? സമയം കൂടുമ്പോൾ പ്രവൃത്തിയുടെ നിരക്ക് കുറയുന്നു. സമയം കൂടുമ്പോൾ പ്രവൃത്തിയുടെ നിരക്ക് കുറയുന്നു എന്ന് പഠിക്കാം. പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ ജൂൾ ആണ് ഉത്തരം. പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ജൂൾ ആണ്. ഇനി അടുത്തത്, താഴെ പറയുന്നവയിൽ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻസ് ടീച്ചർ പറയാം. വേലിയോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം, സൗരോർജം, കൽക്കരി. ഉത്തരം കിട്ടിയില്ലേ എല്ലാവർക്കും? കൽക്കരി. പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളിൽ ഉൾപ്പെടാത്തതിന് ഉദാഹരണമാണ് ഏത്? കൽക്കരി. ഇനി സൂര്യനിൽ നടക്കുന്ന ഊർജ പ്രവർത്തനം എന്താണ്? സൂര്യനിൽ നടക്കുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. സൂര്യനിൽ നടക്കുന്നത് എന്താണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. സൂര്യനിൽ നടക്കുന്ന ഊർജത്തെ എന്ത് വിളിക്കുന്നു? ഊർജ പ്രവർത്തനത്തെ ന്യൂക്ലിയർ ഊർജം എന്ന് വിളിക്കുന്നു. സൂര്യപ്രകാശത്തിൽ നിന്ന് നേരിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യക്ക് എന്ത് വിളിക്കുന്നു? എന്താ ചോദിച്ചത്? അതിന്റെ പേര് ഇതാണ്. ഫോട്ടോ
വോൾട്ടായിക്. ഫോട്ടോ വോൾട്ടായിക് എന്നാണ് അതിന്റെ പേര്. എന്താന്ന് മനസ്സിലാക്കണ്ടേ? സൂര്യപ്രകാശത്തിൽ നിന്നും വൈദ്യുതി നേരിട്ട് ഉൽപ്പാദിപ്പിക്കുകയാണ്, അതിനെയാണ് ഫോട്ടോ വോൾട്ടായിക് എന്ന് പറയുന്നത്. ദിശ അളവ് അല്ലാത്തത് ഏതാണ്? ദിശ അളവ് സമയാണോ, സ്ഥാനാന്തരാണോ, ദൂരാണോ, പിണ്ടാണോ? ഏതാണ്? സ്ഥാനാന്തരണമാണ്. സ്ഥാനാന്തരം. സമയ എന്താ പറയുന്നത്? ദിശ അളവല്ലാത്തതാണ് സ്ഥാനാന്തരം. സമയവും അതുപോലെ ദൂരവും പിണ്ടൊക്കെ എന്താണ്? ദിശ അളവാണ് കേട്ടോ. അദിശ അളവാണ്. എന്താണ്? അദിശ അളവ്. അതിശ അളവ് അല്ലാത്തതാണ് സ്ഥാനാന്തരം. അപ്പൊ അതിശ അളവിന് ഉദാഹരണം ഏതൊക്കെയാണ്? അതിശ അളവുകൾക്ക് ഉദാഹരണം എന്താണ്? സമയം, അതുപോലെ തന്നെ ദൂരം, അതുപോലെ തന്നെ പിണ്ഡം തുടങ്ങിയവ അതിശ അളവുകൾക്ക് ഉദാഹരണമാണ് എന്ന് മനസ്സിലാക്കാം. താഴെ പറയുന്നവയിൽ ഊർജത്തിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏത്? അപ്പൊ ഊർജത്തിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏത്? ഓപ്ഷൻസ് തന്നേക്കാണ്. കലോറി, അതുപോലെ തന്നെ ജൂള്, അതുപോലെ തന്നെ കിലോ വാട്ട് അവർ. എന്താണ്? കിലോ വാട്ട് അവർ. അടുത്തത് തന്നിരിക്കുന്നത് വാട്ടാണ്. വാട്ട് പ്രവൃത്തിയുടെ യൂണിറ്റ് ആണെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ ഊർജത്തിന്റെ യൂണിറ്റുകളാണ് ഈ പറയണൊക്കെ. കലോറി, ജൂളും കിലോ വാട്ട് അവറും ഒക്കെ എന്തിന്റെ യൂണിറ്റുകളാണ്? ഊർജത്തിന്റെ യൂണിറ്റുകളാണ്. ഇനി അടുത്തത് ജൂള് എന്തിന്റെ യൂണിറ്റ് ആണ്? ജൂള് എന്തിന്റെ യൂണിറ്റ് ആണ്? ഊർജത്തിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏതെന്ന് ചോദിച്ചപ്പോഴാണ് നമ്മൾ പറഞ്ഞത് എന്താണ്? താഴെ പറയുന്നവയിൽ ഊർജത്തിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏത്? കലോറി, ജൂള്, കിലോ വാട്ട് അവർ അല്ലെ. അപ്പൊ ഊർജത്തിന്റെ യൂണിറ്റ് ആണ് എന്തെന്ന് നമുക്ക് മനസ്സിലായി, ജൂള്. അപ്പൊ ജൂള് എന്തിന്റെ യൂണിറ്റ് ആണ് വീണ്ടും ചോദിക്കുമ്പോ ഊർജം പ്രസ്താവിക്കുന്ന യൂണിറ്റ് ആണ് അല്ലെ. ഊർജത്തിന്റെ യൂണിറ്റ് ആണ് എന്ത്? ജൂൾ എന്ന് പറയും. ഇനി പ്രവൃത്തിയുടെ യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാലും എന്താ പറയാ? പ്രവൃത്തിയുടെ യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ എന്ത് പറയും? ജൂള്. പ്രവൃത്തിയുടെ യൂണിറ്റും എന്ത് തന്നെയാണ്? ജൂള് തന്നെയാണെന്ന് പറയണം. ഇനി അടുത്തത് യൂണിറ്റുകൾ വളരെ പ്രധാനമാണ്. ബലത്തിന്റെ യൂണിറ്റാ ചോദിക്കണേ വെച്ചാൽ എന്താ നമ്മൾ ഉത്തരം പറയാ? ന്യൂട്ടൺ പറയണം കേട്ടോ. ബലത്തിന്റെ യൂണിറ്റ് എന്താ ചോദിച്ചാൽ ഉത്തരം എന്ത് പറയും? ന്യൂട്ടൺ പറയും കേട്ടോ. ഇനി ബലതന്ത്രത്തിന്റെ പിതാവ് ആരാണ്? ബലതന്ത്രത്തിന്റെ പിതാവ് ഐസക് ന്യൂട്ടൺ ആണ്. ബലതന്ത്രത്തിന്റെ പിതാവിന്റെ പേര് എന്താണ്? ഐസക് ന്യൂട്ടൺ എന്നാണ്. ഇനി താഴെ പറയുന്നവയിൽ സമ്പർക്ക രഹിത ബലം എന്താണ്? എഴുതാം ടീച്ചർ. സമ്പർക്ക രഹിത ബലം ഏത്? താഴെ പറയുന്നവയിൽ സമ്പർക്കരഹിത ബലം ഏത്? ഒരാൾ മേശ തള്ളുന്നു, ഒരാൾ കൈവണ്ടി വലിക്കുന്നു, ക്രിക്കറ്റ് ബോൾ ബാറ്റ് ചെയ്യുന്നു, മാങ്ങ ഞെട്ടറ്റ് വീഴുന്നു. ഉത്തരം എന്താണ്? മാങ്ങ ഞെട്ടറ്റ് വീഴുന്നത്. അത് സമ്പർക്കരഹിത ബലമാണ്. ആരുടെങ്കിലും സമ്പർക്കം കൊണ്ടുണ്ടായിട്ടുള്ളതാണോ ഞെട്ടറ്റ് വീഴുന്നത്? തന്നെ വീഴുന്നതല്ലേ. മാങ്ങ ഞെട്ടറ്റ് വീഴുന്നു. പിടിച്ചു വലിക്കുകയാണെങ്കിൽ ഓക്കെ. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഊർജ പരിവർത്തനാണ് കേട്ടോ. അപ്പോ ഡൈനാമോ, ഫസ്റ്റ് ചോദ്യം ഇതാണ്. കുറച്ചധികം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. ഇതിൽ ടീച്ചർ പ്രധാനപ്പെട്ടത് ചോദിച്ചിട്ടുള്ളത് പറയാം. SCERT ഉള്ളത് ഡൈനാമോയിൽ എന്ത് നടക്കുന്നു? യാന്ത്രിക ഊർജം എന്തായി മാറുന്നു? വൈദ്യുത ഊർജമായി മാറുന്നു. ഡൈനാമോയിൽ യാന്ത്രിക ഊർജം വൈദ്യുത ഊർജമായി മാറുന്നു. അടുത്തത് ജനറേറ്റർ. എന്താണ്? ജനറേറ്ററിൽ എന്താണ്? യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു. അപ്പൊ ഡൈനാമോ, ജനറേറ്റർ എന്നിവയിൽ യാന്ത്രികോർജം വൈദ്യുതോർജമാകുന്നു. ഇനി അടുത്തത് രാസോർജം വൈദ്യുതോർജമാകുന്നത്. രാസോർജം എന്താണ്? രാസോർജം എന്താകാണ്? വൈദ്യുതോർജമായി മാറുന്നത് ഏത് എന്ന് ചോദിക്കുന്നു. മോട്ടോർ ആണോ, ജനറേറ്റർ ആണോ, സിങ്ക് ആണോ, വെള്ളിയാണോ? എന്താണ്? സിങ്ക് അല്ലെ. സിങ്ക്. അതായത് രാസോർജം വൈദ്യുതിയായി മാറുന്നത് സിങ്ക്. രാസോർജം വൈദ്യുതോർജമാകുന്ന ഒരു ഉപകരണം ഏതാണ്? രാസോർജം വൈദ്യുതോർജമാകുന്ന ഒരു ഉപകരണം ചോദിച്ചാൽ നമ്മൾ പറയണം ബാറ്ററിയാണ്. രാസോർജം വൈദ്യുതോർജമാക്കുന്ന ഉപകരണം ഏതാണ്? ബാറ്ററിയാണ് എന്ന് പറഞ്ഞോളൂ കേട്ടോ. ഇനി അടുത്തത് മൈക്രോഫോണിലെ ഊർജമാറ്റം എന്താണ്?
മൈക്രോഫോണിൽ എന്ത് ഊർജമാറ്റമാണ് നടക്കുന്നത്? എന്താകുന്നു? ശബ്ദോർജം വൈദ്യുതോർജമാകുന്നു. എന്താണ്? ശബ്ദോർജം വൈദ്യുതോർജമാകുകയാണ് എവിടെ? മൈക്രോഫോണിൽ. ശബ്ദോർജം വൈദ്യുതോർജമായി മാറുന്നു എവിടെ? മൈക്രോഫോണിൽ. ശബ്ദത്തെ വൈദ്യുത വ്യതിയാനങ്ങളാക്കി മാറ്റുന്ന ഉപകരണം ഏത് എന്ന് ചോദിച്ചാൽ അപ്പൊ നമ്മൾ എന്ത് പറയണം? മൈക്രോഫോൺ ഉത്തരം പറയണം. എന്താണ്? മൈക്രോഫോൺ. ഇനി ഇസ്തിരിപ്പെട്ടി പ്രവർത്തിക്കുമ്പോൾ വൈദ്യുതോർജം ഏത് ഊർജ രൂപത്തിലേക്ക് മാറുന്നു? അയൺ ബോക്സ് അല്ലെ, അയൺ ബോക്സ് പ്രവർത്തിക്കുമ്പോ എന്താ ഉണ്ടാവണേ? വൈദ്യുതിയാണ് ഉണ്ടാവണേ. വൈദ്യുതോർജം എന്തൂർജമായിട്ട് അവിടെ മാറണേ? താപോർജമായി മാറുന്നു. എന്തൂർജമായി മാറുന്നു? താപോർജം. ഇത്രയും എന്തിൽ നടക്കുന്നതാണ്? നമ്മുടെ SCRT-യിൽ നിന്നുള്ള ചോദിച്ചിട്ടുള്ളതാണ്. ഒന്നും കൂടെ ടീച്ചർ ഇനി ഒന്ന് രണ്ടെണ്ണം വേറെ നമുക്ക് പഠിക്കാം. മെഴുകുതിരിയാണ് എന്ന് കത്തണ മെഴുകുതിരിയാണെങ്കിൽ നമ്മൾ എന്താ പറയാ? അവിടെ രാസോർജം പ്രകാശോർജവും താപോർജവുമായിട്ട് മാറുന്നു എന്ന് പറയാം കേട്ടോ. ഇനി ആവിയന്ത്രാണെങ്കിലോ താപോർജം യാന്ത്രികോർജമായി മാറുന്നു എന്ന് പറയാം. ഇലക്ട്രിക് ബൾബ് ആണെങ്കിലോ ഇലക്ട്രിക് ബെല്ലാണെങ്കിലോ വൈദ്യുതോർജം ശബ്ദോർജമായി മാറുന്നു അല്ലെ. ഇനി ഫാൻ ആണെങ്കിലോ വൈദ്യുതോർജം യാന്ത്രികോർജമായി മാറുന്നു എന്ന് പറയാം അല്ലെ. ഇനി അടുത്തത് ലൗഡ് സ്പീക്കർ ആണെങ്കിലോ വൈദ്യുതോർജം ശബ്ദോർജമായി മാറുന്നു എന്ന് പറയാം. സോളാർ സെല്ലാണെങ്കിലോ പ്രകാശോർജം എന്തായിട്ട് മാറുകയാണ്? വൈദ്യുതോർജമായി മാറുന്നു എന്ന് പറയാം. അപ്പൊ ഇത്രയും ടീച്ചർ അഡീഷണൽ കുറച്ച് പറഞ്ഞതാണ്. അപ്പൊ ഇത്രയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഭംഗിയായിട്ട് പഠിച്ചു മുന്നോട്ട് പോവാ. നമുക്കറിയാം ഇനി നമ്മുടെ മുന്നില് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. എല്ലാവരും ഭംഗിയായിട്ട് ആൻസർ ചെയ്ത് പഠിക്കുക കേട്ടോ.